രാവിലത്തെ ഫ്ലൈറ്റിന് നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലേക്ക് പോവുകയാണ്. ഇനിയുള്ള 2 ദിവസം അവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. തായ്ലൻഡിലെ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഐലൻഡാണ് ഫുക്കറ്റ്. ഇത് ഫേമസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ബീച്ചസ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആൻഡ് നൈറ്റ് ലൈഫൊക്കെ കൊണ്ടാണ്. നമ്മൾ തായ്ലൻഡ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഹൈദർ ക്രാബി അല്ലെങ്കിൽ ഫുക്കറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഫുക്കറ്റാണ് ഫിക്സ് ചെയ്തത്. ആൻഡ് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാംസ്, ഈ 2 ദിവസത്തേക്കുള്ള പ്രോഗ്രാംസ്, അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഇതെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു ട്രാവൽസ് വഴിയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ദിബോക് വാക്ക് വേ ആണ്. റെസ്റ്റോറൻറ്റ്സും ഷോപ്സും കഫേസും ഒക്കെ ഉള്ളൊരു പഴയ സ്ട്രീറ്റാണിത്. ഇത് തരുന്നത് ഒരു പോർച്ചുഗീസ് വൈബാണ്. ആൻഡ് ബിൽഡിങ്സ് ആർ റിയലി കളർഫുൾ. സ്ട്രീറ്റ്സ് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. പ്ലസ് നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം. ഈ സ്ട്രീറ്റ് ഫേമസ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനോ പോർച്ചുഗീസ് ആർക്കിടെക്ചർ കാരണമാണ്. പണ്ട് ഇത് വളരെ വെൽത്തി ആയിട്ടുള്ള ചൈനീസുകാരുടെ റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. പിന്നീട് അത് ഷോപ്പിംഗ് സ്ട്രീറ്റായിട്ട് മാറുകയാണ് ചെയ്തത്. നമ്മളിനി പോകാൻ പോകുന്നത് ഖാവോറങ് ഹിൽ വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് സമയമേ ഉള്ളൂ അവിടെ എത്താൻ വേണ്ടി. പാർക്കൊക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഫുക്കേറ്റ് സിറ്റി കാണാൻ പറ്റും അവിടുന്ന്. ആൻഡ് വളരെ ദൂരെ ബിഗ് ബുദ്ധ, ചലോങ് ബേ ഇതൊക്കെ കാണാനും പറ്റും.รักจากลาไปหาเพียงลอยอะไรไม่มีสายน้ำยามเย็นก่อนเคยได้เป็นสักทียินแผ่วแววเสียงนาทีคล้ายเสียงสิสีที่เย้ยดวงใจโอ้คำอธิษฐานเหมือนหมู่มารมารับเอาคำสาThanks so much. Wishing you joy and happiness. Thank you.
ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറികളിലൊന്നായ ജെംസ് ഗാലറിയാണിത്. ഈ ജെംസ് ഗാലറി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ജ്വല്ലറി ഷോപ്പിംഗ് സെൻ്ററാണ്. ഇവിടെ നമ്മൾ പ്രവേശിക്കും ആദ്യം നമ്മളെ ഒരു ചെറിയ റൈഡിലൂടെയാണ് ഇവർ സ്വാഗതം ചെയ്യുന്നത്. ഇതിലൂടെ രത്നങ്ങളുടെ ഉത്ഭവം, ഖനനം, പ്രോസസ്സിംഗ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഈവൻ ലാവയിൽ നിന്ന് എങ്ങനെ രത്നങ്ങൾ എടുത്ത് രൂപം കൊടുക്കുന്നു എന്നുള്ളതുമുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പ്രോബബ്ലി ഇവരൊരു കൺസേൺ അറിയിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രായമായവർക്ക് റൈഡ് ഒരു ബുദ്ധിമുട്ടാകുമെന്ന്. ബട്ട് അങ്ങനൊന്നുമില്ല. റൈഡ് വളരെ പതുക്കെയാണ് പോകുന്നത്. കുറച്ച് ഇരുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും കയറി കാണാവുന്നേ ഉള്ളൂ. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. Mining begins with a careful land survey to locate areas where these precious minerals are. Dig to create a narrow corridor until they reach the mineral area. The tunnel is then widened to create safe corridors and indications. These are still creators. Billions of enhance the emperor's prestige and power. The special craft jewelry was revered and upheld as the mighty empire expanded. The West was no exception. Jeweled ornaments were often crafted throughout Europe to signify a ruling empire's might. Now find yourself in Phuket, where the sun's rays shimmer over the golden sand, and white waves spread through the atmosphere. It is time to dive into the waves, to uncover the story of hidden beauty. ഇത് കുറച്ച് ഓർണമെൻറ്റ്സ് അവർ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതാണ്. ഓരോ പേളും ഏത് തരത്തിലുള്ളതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അങ്ങനെ എല്ലാം തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിന് ശേഷം നമ്മൾ പോകുന്നത് ഇവരുടെ ജ്വല്ലറി ഷോപ്പിലേക്കാണ്. അതടുത്ത് തന്നെയാണ് നെക്സ്റ്റ് ബിൽഡിങ്ങിൽ. ഇവിടെ റൂബി, എമറാൾഡ്, ഗോൾഡ്, സിൽവർ അങ്ങനെ എല്ലാം കൊണ്ടുള്ള ഓർണമെൻറ്റ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതേ ഉള്ളൂ. ജ്വല്ലറി ഷോറൂമിൻ്റെ അകത്ത് വീഡിയോസ് അലൗഡ് അല്ല. ഇത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ്. ഒരുപാട് ഡിസൈൻസ്, ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട് പല തരത്തിലുള്ളത്. സിൻസ് നമ്മളിവിടെ വന്നതുകൊണ്ട് സുവനീറായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് കരുതി നമ്മൾ ബ്രേസ്ലെറ്റ് വാങ്ങിയിരുന്നു. 2 ബ്രേസ്ലെറ്റ്. ഒരു ബ്രേസ്ലെറ്റിന് 750 ബാത്ത്, അതായത് നാട്ടിലെ 2000 രൂപ. അത് കൂട്ട് 2 എണ്ണം വാങ്ങിയിരുന്നു. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡൗട്ട്, ഇതിൻ്റെ കളറ് നിൽക്കുമോയെന്ന്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്, ഗോൾഡ് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കളറൊന്നും മങ്ങത്തൊന്നുമില്ല, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് അവിടെയാണ് നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് സംഭവിച്ചത്. നെക്സ്റ്റ് ഡേ തന്നെ ഇതിൻ്റെ കളറ് പോകാൻ തുടങ്ങി. വിത്തിൻ 48 hours നമുക്കത് പുറത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതിൻ്റെ കളറ് പോയി.
സോ നിങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. സുവനീറായിട്ടൊക്കെ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വാങ്ങുക. കാരണം നമുക്ക് നമ്മുടെ പർച്ചേസ് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഇവിടുത്തെ. ചിലപ്പോൾ വേറെ പ്രൊഡക്ട്സൊക്കെ നല്ലതായിരിക്കും, നമുക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ. ബട്ട് നമ്മൾ വാങ്ങിയത് അത്ര കൊള്ളില്ലായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഓച്ചലോങ് എന്ന ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. ഇത് ചലോങ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏർലി 19th സെഞ്ച്വറിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഇതിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്, ആർക്കും പോകാം. അവിടെ കയറി നമുക്ക് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാം. ധ്യാനിക്കണമെങ്കിൽ അതും ചെയ്യാം, പ്രാർത്ഥിക്കണമെങ്കിൽ അതും ചെയ്യാം. സോ എല്ലാവർക്കും അത് ഫ്രീ ആയിട്ടുള്ള ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഇത് ഫുക്കേറ്റിലെ ഏറ്റവും വലിയ ബുദ്ധമത ക്ഷേത്രങ്ങളിലൊന്നാണ്. ആൻഡ് ഇവിടുത്തെ പ്രധാന ആകർഷണം 2 സന്യാസിമാരാണ്. ലുവാങ് ഫോം ചേം, ലുവാങ് ഫോം ചുവാങ് എന്നാണ് അവരുടെ പേര്. 1876 നടന്ന ഒരു കലാപകാലത്ത് അവർ നാട്ടുകാരെ പരിപാലിക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പഗോഡയിൽ ബുദ്ധൻ്റെ അസ്ഥിഭാഗം സംരക്ഷിച്ചിരിക്കുന്നുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇത് വളരെ വിശുദ്ധമായ സ്ഥലമായിട്ട് അവർ കണക്കാക്കുന്നതും. ഇവിടെ വരുന്നവർ ഡ്രസ് കോഡ് പാലിക്കേണ്ടതുണ്ട്. ഷോർട്ട്സ് ഇടാൻ പാടില്ല, സ്ലീവ്ലെസ് ടോപ്സ് ഇടാൻ പാടില്ല. ആചാരങ്ങളെ വളരെ ആദരവോടുകൂടി വരുന്നവർ കാണണമെന്നാണ് അവരുടെ വിശ്വാസം. ഇതാണ് കാരൻ വ്യൂ പോയിന്റ്. ഖോസാഹാദ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 3 ബീച്ചുകളുടെ കുന്ന് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നിന്ന് നോക്കിയാൽ കാറ്റാനോയ് ബീച്ച്, കാറ്റ ബീച്ച് ആൻഡ് കാരോൺ ബീച്ച് കാണാൻ പറ്റും. ഫുക്കേത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കാഴ്ച സ്ഥലങ്ങളിലൊന്നാണ്. ആൻഡ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ആണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി ഏറ്റവും ആകർഷകമായിട്ടുള്ളത്. എൻട്രി ഫ്രീ ആണ്, പാർക്കിംഗ് ഉണ്ട്.
വളരെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് എന്ന് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് നോർമലാണ്. നമ്മുടെ ഐറ്റിനറി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുക്കേത്തിലെ ഒരു ട്രാവൽസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ വന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഹോട്ടലിലേക്കാണ്. പാത്തോങ് ബീച്ചിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. പോകുന്ന വഴിക്ക് 2 സൈഡിലായിട്ടും കാണുന്നത് റെസ്റ്റോറൻറ്റ്സ്, ബിയർ പാർലർ, പബ്ബ്, മാർക്കറ്റ്സ് ആണ്. നല്ല ലൗഡ് മ്യൂസിക്കിൽ എല്ലാവരും എൻജോയ് ചെയ്യാണ് അവരുടെ ഈവനിങ്. ഇപ്പം തന്നെ ഒരു 6 മണി സമയമായി. പല നാഷണാലിറ്റീസ് ഉണ്ട്. അവരെല്ലാവരും തന്നെ ഈ പബ്ബിലും റെസ്റ്റോറൻറ്റ്സിലുമായിട്ടാണ് ഉള്ളത്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ 2 സൈഡിലും. മ്യൂസിക്, മാർക്കറ്റ് ആൻഡ് ഈ റെസ്റ്റോറൻറ്റ്സും ബിയർ പാർലേഴ്സും. എല്ലാവരും ഈവനിങ് ആകുമ്പോഴത്തേക്കാണ് പുറത്തിറങ്ങി അവരുടെ ഡേ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. ട്രാവൽസ് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ പത്തോങ് ബീച്ചിൻ്റെ മെയിൻ ഏരിയയിൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമ്മൾ ഇത്രയും ദൂരം നടന്നു പോയിട്ട് വേണം വരാൻ. നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈവൻ ദോ ട്രാവൽസ് വഴിയാണെങ്കിൽ കൂടി ഹോട്ടൽസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് ഐറ്റിനറി ട്രാവൽസിന് കൊടുക്കാം. കാരണം ഇത്രയും ദൂരം പോയി വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മെയിൻ ഏരിയയിലാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതും. അതുകൊണ്ട് ഈസി ആക്സസബിൾ ആയിരിക്കും. ബൈക്ക് ടാക്സിയും ടുക് ടുക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് രാത്രി ആയാൽ അധികം നമുക്ക് കിട്ടത്തില്ല. പിന്നെ അതിനനുസരിച്ച് എക്സ്പെൻസീവും ആകും. രാവിലെ തന്നെ ഫിഫി ഐലൻഡ് ടൂറിന് പോവാണ്. ഈ പാക്കേജ് നമ്മൾ ഓൾറെഡി ട്രാവൽസ് വഴി ബുക്ക് ചെയ്തതായതുകൊണ്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. രാവിലെ ഒരു 8 മണിയായപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ അവിടെ വാൻ വന്നിരുന്നു. ഇനി ഡ്രോപ്പും ഇവർ ഇതെല്ലാം കഴിയുമ്പോൾ ചെയ്യും നമ്മളെ ഹോട്ടലിൽ തന്നെ. ഈ ടൂറിൽ ഒരു 5 ഐലൻഡാണ് സ്റ്റോപ്പായിട്ടുള്ളത്. അതിൽ ഒരു ഐലൻഡിൽ നിന്ന് നമ്മൾ ലഞ്ച് കഴിക്കും. ഡിന്നർ നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് തന്നെ നമുക്ക് ഡിന്നർ തന്നു വിടുകയും ചെയ്യും. രാവിലെ ആയതുകൊണ്ട് ചായ, കോഫി, ബിസ്ക്കറ്റ്സ്, ജ്യൂസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ട് റൈഡിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം. ബോട്ട് റൈഡിലേക്ക് നമ്മൾ ധരിക്കേണ്ടത് സാൻഡൽസ് ആൻഡ് ലൈറ്റ് ക്ലോത്ത്സ് ആണ്. അഥവാ നമുക്കതില്ലെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങാം. സ്നോർക്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും.
അങ്ങനെ 2 ദിവസത്തെ ഫുക്കറ്റ് ട്രിപ്പിന് ശേഷം വി ആർ ഹെഡിങ് ബാക്ക് ഹോം. ഇനി ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ